ഇനി രാവിലെ ഫാമിലെ കുളത്തുനിന്ന് നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ച തിലോപ്പികളാണ്. രാവിലെ പിടിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മസാലയൊക്കെ തേച്ച് ഇപ്പൊ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ സമയം തിലോപ്പി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യല് അധികം ചെയ്യല് ഒന്നുകിൽ ഫ്രൈ ആക്കി എടുക്കും, അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കും. അതിന്റെ രണ്ടിന്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പൊ ഇത്തവണ ഒരു വ്യത്യസ്ത രീതിയിൽ നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം ഇത്തവണ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാല് വാഴയില വെച്ചിട്ട് പൊള്ളിച്ചെടുക്കുക. വാഴയില നമ്മൾ പൊതിഞ്ഞിട്ട് അത് പൊള്ളിച്ചെടുത്ത് നോക്കുകയാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ മീനൊന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ പാനില്. അപ്പൊ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടെ ഒന്ന് ഗ്യാസ് കൊടുക്കുക. അപ്പൊ അത് ചൂടായിട്ടുണ്ട്. നമുക്ക് മീനൊന്ന് വെച്ചു കൊടുക്കാം. നമ്മളിതൊക്കെ വൈകിട്ട് ചെയ്യാൻ കാരണം മീനൊക്കെ പിടിച്ചാല് ബിയമോൾ ഉണ്ടാവും നമ്മളെ കൂടെ കേട്ടോ. ഇത് പിടിക്കുന്നതും ക്ലീൻ ചെയ്യുന്നൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഇന്നോള് രാവിലെ അവിടെ ഇല്ലായിരുന്നു, അതൊക്കെ സ്കൂളിൽ പോയതായിരുന്നു കേട്ടോ. അപ്പൊ അവള് വന്നിട്ട് നമ്മൾ പൊള്ളിച്ചെടുക്കാൻ വെച്ചിട്ടാണ് വൈകിട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ പിടിച്ച മീൻ നല്ല ക്ലീൻ ചെയ്ത് മസാല നല്ല തേച്ച് വെച്ചോണ്ട് വൈകിട്ടായപ്പോഴത്തേക്ക് നല്ല ഇതാ മസാല നല്ല സെറ്റായി പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൂടുതൽ നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണ്ട, ജസ്റ്റ് രണ്ട് സൈഡ് ഒന്ന് ചെറുതായി വെന്ത് കിട്ടുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ രീതിയിൽ വേവ് കിട്ടിയാൽ മതി. ഇപ്പൊ മീനിന്റെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി എന്തായാലും മറച്ചിടണം. നമുക്കിത് ഡയറക്റ്റ് ഇങ്ങനെ മറച്ചിട്ടൊന്നും വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ രണ്ട് ഇത് എടുത്തിട്ടുണ്ട്, കയ്യിലെടുത്തിട്ടുണ്ട്. പതുക്കെ ഇത് വെച്ചിട്ടൊന്ന് മറച്ചിട്ടാണ്, പൊട്ടാതെ തന്നെ ചെയ്യണം. അതുകൊണ്ട് അട്ടങ്ങനെ ഇതിന് ഒരു സൈഡ് ഏകദേശം വെന്തുണ്ട്. മറ്റേ ഭാഗവും ഒന്നും കൂടെ നല്ല വേവേണ്ട. നമ്മൾ വീണ്ടും വേവ് പൊള്ളിക്കുന്ന സമയത്തൊന്ന് വേവിക്കും. അതുകൊണ്ടാണ് ഒരു പകുതി വേവ്, പകുതിയല്ല ഒരു മീഡിയം വേവ് വെന്ത് കിട്ടിയാൽ. എണ്ണ എല്ലാ സൈഡിലോട്ട് മീൻ ഇങ്ങനെ ആക്കി വെച്ചതാണ്. രണ്ട് മീൻ നമ്മൾ അത്യാവശ്യം വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വാഴയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. രണ്ട് നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളത് ആദ്യം ഈ മീൻ ഫ്രൈ ചെയ്ത എണ്ണ ഉണ്ട് കേട്ടോ, ആ എണ്ണയിലേക്ക് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ആദ്യം ആ വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് വലിയുള്ളിയാണ്, അപ്പം വെളുത്തുള്ളി മാത്രം നമ്മൾക്ക് ഇതിലേക്ക് തട്ടിയിട്ടിട്ടാന്ന് ചെറുതായി മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തിട്ട് നമ്മൾ എണ്ണ നല്ല ചൂടുണ്ട് കേട്ടോ. നമ്മള് മീൻ പൊരിച്ച് വെച്ച എണ്ണ ആയതുകൊണ്ട്, ഫ്രൈ ചെയ്ത് വെച്ച എണ്ണ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ചൂടിലുകൊണ്ട് വേണം പെട്ടെന്ന് തന്നെ ഇത് മൂപ്പായി കിട്ടും കേട്ടോ. ഒന്ന് വെളുത്തുള്ളിയുടെ മൂപ്പായി കഴിഞ്ഞല്ല ഇത് കിട്ടിയിട്ടുണ്ട്, ഇഷ്ടമുത്തുന്നുണ്ട്. ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. നമ്മൾ വെളുത്തുള്ളി ഏകദേശം മൂപ്പായി വന്നിട്ടുണ്ട്. അതിന്റെ പച്ച സ്മെല്ല് പോയിട്ടുണ്ട്, കുത്തുന്നത് വേണ്ടോ. ഇനി നമ്മള് ഇതാ വെല്ലുള്ളി അരിഞ്ഞ് വെച്ച് കേട്ടോ. നമ്മൾ സാധാ അരിയുന്ന പോലെയല്ല, നല്ല നൈസാക്കി അരിഞ്ഞതാ കേട്ടോ. കാരണം കുറച്ച് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മള് സമയത്ത് തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് നമ്മള് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഇട്ട് കൊടുക്കാം കുറച്ച്. ഇപ്പം ഇത് ഇട്ടിട്ട് ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതാ നമ്മളെ വലിയുള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ മൂപ്പിക്കാന്ന് പറഞ്ഞ് വെളുത്തുള്ളിയുടെ ഓർമ്മയിൽ പറഞ്ഞു പോയതാ മൂപ്പിക്കാന്ന്. വെല്ലുള്ളി വാട്ടിയെടുക്കുകയാണ്. ഏകദേശം വാടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ കടിക്കുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് എല്ലാം വാടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത് നമ്മൾ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കൂടുതലായിട്ടൊന്നും എടുത്തിട്ടില്ല. നമ്മൾ മീനിന്റെ മസാലയിൽ നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ ഉണ്ട്, നല്ല ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ല അളവിൽ തന്നെ ചേർത്തിട്ടാണ് നമ്മൾ മസാല ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതെന്ത് ചെയ്യുക, നല്ല ഇളക്കിയെടുക്കുക. അതുപോലെ ഇളക്കിയല്ല ആദ്യം ഈ ഉള്ളിലോട്ട് മൊത്തം മസാല നമ്മളിട്ട മുളക് പൊടി ഒക്കെ ഒന്ന് പിടിക്കുന്ന രീതിക്ക് ഇളക്കിയിട്ട് ഇനി പിന്നെ നല്ല ഇതൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. നമ്മൾ മസാല ഇട്ട മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇതിലോട്ട്, കുരുമുളക് പൊടിയൊക്കെ ഇതിലേക്ക് എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഒന്നുകൂടെ ഒന്ന് ഇങ്ങനെ വാട്ടിയെടുക്കാം. ഈ സമയത്ത് നമ്മളിനി ചെയ്യേണ്ടത് ഒന്ന് വാടി അത്യാവശ്യം വാടി ഇതാക്കിയിട്ടുണ്ട്, ഒന്നുകൂടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ തക്കാളി അരിഞ്ഞ ചൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, തക്കാളി ഒന്ന് ഇതിലോട്ട്
നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊന്ന് നോക്കണം കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തക്കാളി ഇതിലോട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് വാടട്ടെ. എന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. തക്കാളി നല്ല തന്നെ ഇതിൽ ഇങ്ങനെ വാടി കിട്ടണം. എന്നാൽ മാത്രമേ ഉപ്പിൻ്റെ അളവൊക്കെ തക്കാളിയിലോട്ട് പിടിച്ച് കഴിഞ്ഞിട്ട് കുറവുണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട് നോക്കിയപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇനി നല്ല ഈ തക്കാളിയുടെ ഒക്കെ എങ്ങനെയുള്ള ഈ ഉറപ്പൊക്കെ പോയിട്ട് നല്ല ഗ്രേവി ആയി കിട്ടണം കേട്ടോ. നമ്മളിത് ഇതാണ് കറക്റ്റ് ഇനി മസാലയായി വരേണ്ടത്. ഇതൊന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടയാനുണ്ട്. നല്ല വേവിച്ചിട്ട് നല്ല ഉടഞ്ഞതിന് ശേഷം നല്ലൊരു ഒന്ന് കുറുകി ടൈറ്റ് ആക്കി എടുക്കണം. ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട്. അപ്പം ബാക്കിയും കൂടെ വേകുന്നതിന് മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചിതാ ഒരു ചെറിയൊരു കപ്പിൽ തേങ്ങാപ്പാലുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ ഇതിലിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇനിയാണ് നല്ല കുറുക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ തീ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി അപ്പോഴത്തേക്ക് നമ്മൾ തക്കാളി ഈ തേങ്ങാപ്പാലും കൂടെ കിടക്കുമ്പോൾ ഒന്ന് പെട്ടെന്ന് തന്നെ ഇനി നല്ല ഉടഞ്ഞു കിട്ടും. അങ്ങനെയൊക്കെ ഒന്ന് ഉടഞ്ഞ് സെറ്റായി കഴിയുമ്പോഴത്തേക്ക് നല്ല ഗ്രേവി ആവും. അപ്പം ഇനി നമ്മൾ നല്ല ഇളക്കി കൊടുത്ത് അടിയിൽ പിടിക്കാൻ നോക്കിയിട്ട് എല്ലാം ഉടഞ്ഞ് നല്ലൊന്ന് ഈ തേങ്ങാപ്പാലിൻ്റെ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ആ വെള്ളം ഒന്ന് കുറുകുന്ന വരെ എന്തായാലും നമ്മൾ വേവിക്കും. അപ്പോഴത്തേക്കും നല്ല മസാല സെറ്റായി കിട്ടും. മസാല ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെയ്യുന്നത് നമ്മൾ ഈ മസാല ഒന്ന് 4 ആയി ഭാവിക്കണം. നമുക്ക് 2 മീനല്ലേ ഉള്ളത്. ഏകദേശം ഒരു 4 ആയി ഭാവിക്കുന്ന രീതിയിൽ ഞാൻ നിർത്താം. 4 ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുന്നൊന്നുമല്ല, നമ്മൾ അങ്ങനെ എടുക്കാനാട്ടോ, ഓരോ പോർഷനായിട്ട് എടുക്കാനാണ്. പിന്നെ ഞാൻ ചെയ്യുന്നത് നമ്മളിതാ നല്ല ചെറുതായിട്ട് വാട്ടിയൊരു വാഴയില വെച്ചിട്ടുണ്ട്. അപ്പോൾ വാഴയിലേക്ക് മസാല ആദ്യം കേട്ടോ, ഒരു ഭാഗം മസാല കേട്ടോ, എടുത്തതിൽ ഒരു ഭാഗം മസാല എടുത്തിട്ടുണ്ട്. ആ മസാല നമ്മൾ മീനിൻ്റെ വലിപ്പത്തിനനുസരിച്ചൊന്ന് പരത്തി വെക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം പരത്തണം. മീനൊരു കറക്റ്റ് തട്ടുന്ന രീതിക്ക് തന്നെ, മീൻ മൊത്തത്തിൽ വരുന്ന രീതിക്ക് തന്നെ പരത്തി വെക്കുക. നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് ഒരു കറിവേപ്പില ഇതുപോലെ ചേർക്കുക വെച്ചിട്ടുണ്ട്. നമ്മൾ മീൻ എടുക്കാം കേട്ടോ. 2 മീനും ഇവിടെ നേരത്തെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചത്. മീൻ കറക്റ്റ് ഇതാ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ 4 ആക്കിയില്ല, 4 ആക്കിയതിന് ഒരു ഭാഗം കൂടെ മസാല അങ്ങോട്ട് എടുക്കുക കേട്ടോ. അത് മസാല അങ്ങോട്ട് ഇടട്ടെ. ഇനി അത് മീനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നതായിരിക്കും കേട്ടോ. സാധനം വീണ് വരുന്നുണ്ട്. മൊത്തത്തിൽ എല്ലാ ഭാഗത്തും കൂടെ ആക്കി പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് വീണ്ടും മുകളിൽ ഒരു കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുക്കണം. ഒരു കറിവേപ്പിലയും കൂടെ മുകൾ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇല ഒന്ന് മടക്കിയിട്ട് ഇത് കെട്ടുക കേട്ടോ. എന്ത് ചെയ്യുക, മീൻ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് നമ്മളിതാ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ച് എന്ത് ചെയ്യുക, ഇതൊക്കെ ഒരു പൊട്ടൊന്നുമില്ല, നമ്മളാ ചെറുതായിട്ടും പൊട്ടിയിട്ടുണ്ട്. എന്നാലും മസാല പോകാത്ത രീതിക്ക് വെച്ച് മടക്കുക കേട്ടോ. നമ്മൾ ചോറൊക്കെ പൊതിയുന്നല്ലേ, 2 കെട്ട് കൊടുക്കുക. ആദ്യം ഇവിടെ നിന്ന് കെട്ടി വെക്കട്ടെ. കയറെടുത്ത് കുറച്ച് വലിപ്പം കൂടിപ്പോയിട്ടുണ്ട്. നമ്മൾ വാഴയുടെ നാരെണ്ണ എടുത്തത് കെട്ടാനായിട്ട്. 2 മീനും വാഴയിൽ ഇതുപോലെ പൊതിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം പൊതിഞ്ഞതിൽ ചെറുതായിട്ട് മടക്കിയ സമയത്ത് പൊട്ടി വന്നുകൊണ്ട് വാഴൻ്റെ ചെറിയ പീസ് വെച്ച് ഒന്നുകൂടെ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് 2 ഇതാ. നമ്മളിതാ ആദ്യം ചെയ്ത പോലെ തന്നെ എണ്ണ നല്ല പാനിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ, ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ വാഴയില ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ പൊള്ളിച്ചെടുക്കാണ് വെച്ചിട്ടുണ്ട്. 2 മീനും വെക്കാം. നമ്മൾ ഇലയിൽ വെച്ച് അങ്ങനെ പൊള്ളിച്ചെടുക്കണം. വെള്ളം ഉള്ളതുകൊണ്ടാട്ടോ അങ്ങനെ ചെറുക്കുന്ന ചെറുതായിട്ട് സെറ്റാവും. ഇനി കുറച്ച് സമയം എടുക്കണം കേട്ടോ. അതിങ്ങനെ ആ ഇലയിൽ കിടന്നത് ഇങ്ങനെ പൊള്ളിക്കിട്ടണം. പൊള്ളിക്കിട്ടാൻ നമ്മൾ ചുട്ടെടുക്കുന്ന പോലെ തന്നെ എണ്ണയിൽ വെച്ചിട്ട് ഇതുപോലെ പൊള്ളിച്ചെടുക്കുകയാണ്.
അപ്പോൾ ഇലയുടെ നിറമൊക്കെ മാറും. അപ്പോൾ ആദ്യം ഒരു സൈഡ് മീൻ മറിച്ച് വിടുന്ന പോലെ തന്നെ നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഏകദേശം ഇല എത്രത്തോളം വാടി കിട്ടുന്നു അങ്ങനെ അനുസരിച്ചിരിക്കും ഇതിന് വേവ് അറിയാൻ. ഇതിന് ആദ്യം തന്നെ നമ്മൾ മീനൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തുകൊണ്ട് ഇനി അത്ര വേവാനൊന്നുമില്ല. പക്ഷെ നമ്മൾ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഈ വാഴയിലയിൽ പൊതിയുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ അതാണ് നമ്മളെ മസാലയും ഈ വാഴയിലെ സ്മെല്ലും ഇതൊക്കെ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കണം. എന്തായാലും നമുക്കിത് പൊളിച്ചെടുത്തിട്ട് നോക്കിയിട്ട് നമ്മൾ ഇനി അയച്ചു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെ വെന്ത് കിട്ടട്ടെ, കുറച്ചേരം ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വാഴയിലൊക്കെ അത്യാവശ്യം നല്ല വാടി കിട്ടിയിട്ടുണ്ട്, വെന്തിട്ടുണ്ടാവും. ഇതൊക്കെ വാടിയാൽ മതി. നമ്മൾ ആദ്യം വേവിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മൾ 3-4 തവണയൊക്കെ മറിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. പൊട്ടാതെ എടുക്കണം, റിസ്ക് ആണ്. നോക്കട്ടെ, പൊട്ടാതെ വേഗം വെക്കാം, പൊട്ടിപ്പോയാലേ. രണ്ടും പ്ലേറ്റിലേക്ക് മാറ്റിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ റിസൾട്ട് നോക്കാം. വരി, ബിയമോൾ ഇതാ റെഡി ആയി നിൽക്കുക കേട്ടോ. കുറെ നേരമായി വിശക്കുന്ന പറഞ്ഞിട്ട് നമ്മളിത് സെറ്റ് ആയിട്ട് നമുക്ക് മീൻ കഴിക്കാന്ന് പറഞ്ഞ് നിർത്തിയതാ കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാ, ഒരു പ്ലേറ്റ് കൂടെ എടുക്കണം. നമുക്ക് ഒന്ന് ആദ്യം എടുത്തിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഒന്നിലേക്ക് എടുത്തിട്ട് നോക്കാം. പ്ലേറ്റ് എടുത്തിട്ട് വരാം. എന്തായാലും നമ്മൾ പ്ലേറ്റ് കൊടുക്കുന്നുണ്ട്. ഒരു മീൻ എടുത്തു നോക്കാം ആദ്യം. അതൊക്കെ എടുത്തിട്ട് ഈ പ്ലേറ്റിലേക്ക് വാഴന്റെ ഇല ഇട്ടത് പതുക്കെ നയിച്ചു നോക്കാം. ഇനിയൊരു സത്യം പറയാ, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ഇത് പൊള്ളിക്കുന്നത്. അപ്പൊ എങ്ങനെ ഇതിന്റെ റിസൾട്ട് നോക്കിയാൽ നമുക്ക് അയച്ചു നോക്കിയാലേ അറിയുള്ളൂ. അതുകൊണ്ട് കുറച്ച് ടൈമും എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ സമയം എടുക്കില്ല. അതുകൊണ്ട് ബിയമോൾക്കൊക്കെ ഉറക്കം വന്നിട്ടുണ്ട്. സമയം കുറച്ചായി ഞാൻ ഇതിൽ മെനക്കെടൽ തുടങ്ങിയിട്ട്. ഇനി പതുക്കെ ഒക്കെ ഒന്ന് അഴിച്ചെടുക്കാം. നല്ല കെട്ടൊക്കെ നല്ല അയ്യാതൊക്കെ വേണ്ടി നല്ല ടൈറ്റിൽ കെട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അഴിച്ചെടുക്കാം. ഇതാ 2 കെട്ടുള്ളതാട്ടോ. അതിന്റെ കൂടെ കഴിക്കാനായിട്ട് ഇതാ നമ്മള് സാലഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളിവിടെ ഫാമിലുണ്ടായ കക്കിരി തന്നെ കേട്ടോ. കക്കിരിയും ഇവിടെ ഉണ്ടായ ചെറുനാരിയും ഒക്കെ നമ്മളെ ഫാമിലുള്ള തന്നെയാണ്. അത് നമ്മൾ കുരുമുളക് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് മീൻ എടുത്തിട്ട് അതിന്റെ കൂടെ കഴിക്കാന്ന് വെച്ചിട്ടാ. പിന്നെ നല്ല കട്ടൻ കാപ്പി ഉമ്മ ഇവിടെ സെറ്റാക്കി വെച്ച് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കഴിക്കുമ്പോൾ മീൻ വെറുതെ കഴിക്കല്ലേ, അപ്പം അത് കഴിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ കട്ടൻ കാപ്പി ആകുമ്പോൾ അത്യാവശ്യം നല്ല കോമ്പിനേഷനാണ്. ഓ, കെട്ടേണ്ട അയ്യുന്നില്ലല്ലോ. കൂടെ വാഴയുടെ നാരായതുകൊണ്ട് അഴിഞ്ഞിട്ടിട്ടുണ്ട്. ആദ്യം കയറൊക്കെ ഒന്ന് മാറ്റട്ടെ. ഈ ഒരു കെട്ടൂടെ ഉണ്ട്. കഴിച്ചത് വാഴന്റെ ഇല കേട്ടോ. പിന്നെ നമ്മളെ അയക്കല്ലോ വയ്യ, നോക്കാം. ചൂടുണ്ടാവട്ടെ, വേഗത്ത് നുള്ളി കഴിക്കരുത്. ചൂടൊന്ന് ആറിയിട്ട് നമുക്ക് കഴിക്കട്ടോ. ഇലയൊക്കെ നമ്മൾ മടക്കിയത് സംഭവം ഏതാ, നല്ല സ്മെല്ലുണ്ട് എന്തായാലും. അപ്പൊ ടേസ്റ്റും ഉണ്ടാവും. നല്ല സ്മെല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ വാഴയിലയും കറിവേപ്പിൻ്റെ ഇലയും എല്ലാം കൂടെ നമ്മളെ മസാലേൻ്റെ ഒക്കെ സ്മെല്ല് നല്ല മണല്ലേ, നല്ല സ്മെല്ലാണ്. ഒന്ന് ചൂടാറട്ടെ. പെട്ടെന്ന് എടുത്താൽ ചിലപ്പോൾ കൈയും പൊള്ളി നമുക്ക് ടേസ്റ്റ് വെക്കാനും കഴിയില്ല. നല്ല ആവി വറക്കുന്നുണ്ട് കേട്ടോ. മീനൊക്കെ നല്ല സെറ്റായി. നമ്മളെ ഗ്രേവി ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല ഗ്രേവി ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം മീന് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ഗ്രേവിയൊക്കെ ഇതിൽ നല്ല പിടിച്ച് നല്ലതാ സെറ്റായിട്ടുണ്ട്. ഒന്ന് ചൂടാറട്ടെ. അപ്പോൾ അതാ കുറച്ചൊക്കെ ചൂട് കുറഞ്ഞു വന്നിട്ടുണ്ട്. നമ്മളതാ കക്കിരിയൊക്കെ ഇതിലിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കറിവേപ്പില ഒന്ന് മാറ്റി വെക്കാം. കറിവേപ്പില ഒന്ന് കഴിക്കാം. അപ്പം ആദ്യം മീനൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് കറിവേപ്പില കഴിക്കാം. അപ്പോൾ ഇതാണ് നുള്ളി എടുക്കുകയാണേ. നല്ല വെന്തിട്ടുണ്ട്. ചൂട് തന്നെ കേട്ടോ, ചൂടുണ്ട്. ബിയമോൾക്ക് ഇപ്പം എങ്ങനെ തരും, ആദ്യം അതിന് ഉപ്പിച്ച് ടേസ്റ്റ് ചെയ്തോട്ടെ, എടുത്തരാം. ചൂട് എങ്ങനെ ഉണ്ട് നോക്കി കേട്ടോ. നല്ല ടേസ്റ്റ്, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ല രുചിയുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെ ആദ്യം നമ്മൾ മീന ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് നല്ല വേവ് ക്ലിയറാണ്. പിന്നെ നമ്മൾ ഈ മസാല വെച്ച് വേവിച്ചതും ഒക്കെ വരുമ്പോൾ ആദ്യം വെന്തതുകൊണ്ട് അത്യാവശ്യം നല്ല വേവ് ക്ലിയറാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. നബിയോ കുറച്ച് മസാലയും കൂട്ടിയിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം പറയുക, വെറുതെ പറയാ, ടേസ്റ്റ് ഉണ്ടാവും. ഇന്ന് എടുത്ത് വെച്ചു. അപ്പം ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ
കക്കിരി എടുത്ത് നോക്കി. അപ്പം ഇത്രേ പറയാനുള്ളൂ. നമുക്കൊക്കെ നാടൻ മീനൊക്കെ കിട്ടുകയാണെങ്കിൽ പൊള്ളിക്കാൻ ഏറ്റവും നല്ലത് തിലോപ്പിയും കരിമീനൊക്കെ കേട്ടോ. ഇതുപോലെ ഇതിപ്പം തിലോപ്പി എടുത്തിട്ടുള്ളത്, തിലോപ്പിയും കരിമീനൊക്കെയാണ് പൊള്ളിക്കാൻ ഏറ്റവും നല്ലത്. നമ്മൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ പൊള്ളിക്കുന്നത്. മസാലയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ സെറ്റാക്കി എടുക്കുന്നത്. സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന മസാല എന്നും ഉപയോഗിക്കുന്നതിന്, പക്ഷെ അല്ലാതെ നമ്മൾ ചെയ്ത മസാലകളൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നതൊക്കെ. നല്ല ടേസ്റ്റാണ്. അപ്പം നാടൻ മീൻ കിട്ടുന്ന എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് പൊള്ളിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഒരു അടിപൊളി നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് ഇതാ നല്ല കട്ടൻ കാപ്പിയും കൂടെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ്. അപ്പം മീൻ ഇങ്ങനെ വെറുതെ പൊള്ളിച്ചാലൊക്കെ മീൻ നമ്മൾ ചോറിലൊന്നും കഴിക്കുന്നതിന് നല്ലത് ഇങ്ങനെ വെറുതെ കഴിക്കുന്നതാണ്. അപ്പം ഇതാ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. എന്നെടുത്ത് കഴിക്കുന്ന അപ്പൊ നമ്മളെ വീഡിയോ എടുത്തതിനൊക്കെ കൊതി വരുന്നുണ്ട്. ഈ മീൻ അവർക്ക് കൊടുക്കാൻ ഉമ്മയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യം ഇതൊന്ന് കഴിച്ചിട്ട് അവർക്കാണ് ഇതൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും നാടൻ മീനൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് പൊള്ളിച്ച് നോക്കിയാൽ അടിപൊളിയായിരിക്കും.